സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എനിക്കൊരു വയ്യായിക കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണ വീഡിയോ ആയതുകൊണ്ട് അതിന്റെ ബാക്കി പത്രമായിട്ട് എനിക്ക് ഭയങ്കര ചെവി അടഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കണത് തന്നെ ഭയങ്കര എക്കോ പോലെ എനിക്ക് തിരിച്ചു വെക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ ഒരു അപാകത പോലെ തോന്നുന്നുണ്ട്. ഞാൻ റിയലി സോറി, എനിക്ക് തീരെ പറ്റുന്നില്ല, ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നുന്നു. പക്ഷെ എന്തായാലും എനിക്കിത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം. കാരണം ഞാൻ അൺപാക്ക് ചെയ്ത് സമയമാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് കൃത്യമായിട്ട് എടുത്തു വെക്കുകയും വേണം. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഇതിലെല്ലാം അല്ല, പക്ഷേ ഇതിലെ കുറച്ച് സാധനങ്ങൾ എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഒന്നിന് പകരമായിട്ട് മറ്റൊന്നെന്നുള്ള രീതിയിൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും, എസ്പെഷ്യലി ട്രെയിനിൽ. ഞാൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ട്രെയിനിലാണ് ട്രാവൽ ചെയ്യാറുള്ളത്. കൂടുതലും നൈറ്റ് ജേർണി ഉണ്ടാവാറുണ്ട്. ഞാൻ തന്നെയായിട്ടും അതല്ല, ഞാൻ ഇമ്മുക്കുട്ടി ഏട്ടനായിട്ടും ഞാൻ അമ്മയായിട്ടും ഒക്കെ ഒരുപാട് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്തായാലും എനിക്ക് മാസത്തിലൊരിക്കലെങ്കിലും നാട്ടിലേക്ക് പോയി വരേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ട്രെയിനിലെ ടോയ്ലറ്റ്സ് ഉപയോഗിക്കണം. നമുക്ക് ഒരുപാട് ഇങ്ങനെ വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. ട്രെയിൻ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് AC എടുത്താലും പലപ്പോഴും നല്ല വൃത്തികേടാവാറുണ്ട് ട്രെയിൻ. എപ്പോഴൊന്നും സെക്കൻഡ് AC ഫസ്റ്റ് AC ആണെങ്കിൽ പോലും നല്ല നീറ്റ് ആയിട്ടുള്ള ട്രെയിൻ ആവണമെന്നില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ട്രെയിനിൻ്റെ കാര്യത്തിൽ. ഈവൻ എനിക്ക് ട്രെയിൻ ജേർണിയാണ് ഫ്ലൈറ്റിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം. ഫ്ലൈറ്റിൽ പോകുമ്പോൾ കുറച്ച് ബോറടിക്കില്ല. ട്രെയിനിൽ കയറി കിടക്കുക, ഉറങ്ങുക, കുറച്ച് ദിവസം രാവിലെ ആകുമ്പോൾ നാട്ടിലെത്തും. സമയം നഷ്ടം ഉണ്ടാവുന്നില്ല നമുക്ക് ട്രെയിനിലാണെങ്കിൽ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ട്രാവലിൻ്റെ ഡെസ്റ്റിനേഷൻ അനുസരിച്ചും കൂടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ കയ്യിൽ കരുതുന്ന ഒന്നാണ് പാൻറ്റി ലൈനർ. അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഞാൻ ആമസോണിൽ ഇത് ഇങ്ങനത്തെ ബെല്ല അല്ലെങ്കിൽ സോഫ്റ്റി ഇങ്ങനത്തെ ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഇതേപോലെ പാക്സ് മേടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇത് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു 10-15 എണ്ണം ഒരു പൗച്ചിലാക്കിയിട്ട്, ഇങ്ങനെ സിപ്പ് ലോക്ക് പൗച്ച് കിട്ടുമല്ലോ, അതിലാക്കിയിട്ട് ഹാൻഡ് ബാഗിലിടും, അതുപോലെ ബാഗിലിടും. ഇങ്ങനത്തെ എന്തായാലും കയ്യിലുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരം വെക്കണതുമാണ് ഈ പാൻറ്റി ലൈനർ എന്ന് പറയുന്നത്. പാൻറ്റി ലൈനർ നമുക്ക് ഈ നനവ് ഉണ്ടാവുമല്ലോ, വെജൈനൽ ഏരിയയിൽ നനവ് ഒഴിവാക്കാനും, അതേപോലെ എന്തെങ്കിലും നമുക്ക് ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്ക് ലൈക്ക് സൂസ് പോയി കഴിഞ്ഞാലും പിന്നെ അവസാനം ഒരു ഡ്രോപ്പ് പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവണത്. അതൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരുത്താനുള്ള സാധ്യത ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് പാൻറ്റി ലൈനർ ഭയങ്കര നല്ലതാണ്. അതേപോലെ സ്പോട്ടിങ് ആണെങ്കിലും ശരി, പീരിയഡ്സിൻ്റെ സമയത്തും അതൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാൻറ്റി ലൈനർ എപ്പോഴും എൻ്റെ കയ്യിലുള്ള ഒന്നാണ്. പിന്നെ അടുത്തത് എപ്പോഴും ഞാൻ കൂടെ കരുതുന്ന ഒന്നാണ് PEESAFE ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ. അപ്പോൾ ഞാൻ ഒരുപാട് ജോലിയുടെ ആവശ്യത്തിന്, ഇപ്പോൾ മോഡലിംഗ് ആണെങ്കിലും ഷൂട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ നമ്മൾ ഔട്ട്ഡോറൊക്കെ പോകും. ഇപ്പോൾ അവിടെ പല ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. കുറേയൊക്കെ ഞാൻ പോവാണ്ടിരിക്കാനൊക്കെ നോക്കും കേട്ടോ ടോയ്ലറ്റ്. പക്ഷെ അത് നല്ലതല്ല, അത് നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് പോകാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ ടോയ്ലറ്റ് സാനിറ്റൈസർ സ്പ്രേ ഭയങ്കര നല്ലതാണ്. ജസ്റ്റ് എടുക്കുക, ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് സീറ്റിൽ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇരിക്കാണ്ട്, ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാട്ടോ, ഞാൻ നേരെ ഇരിക്കാണ്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ചിങ്ങനെ സ്ലാൻഡിങ് പോലെ നിന്നിട്ട് സൂസു പോവും. അത് പക്ഷെ നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. ലൈക്ക് യൂട്രസിനൊന്നും നല്ലതല്ല. അതിന് ഒരുപാട് പ്രഷർ കൊടുക്കും നമ്മൾ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് തന്നെ പോകണം ടോയ്ലറ്റിൽ പോകുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സാനിറ്റൈസർ സ്പ്രേ നല്ലതാണ് കേട്ടോ. നമുക്കൊരു കോംബോ ആയിട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 2 എണ്ണത്തിൻ്റെ കോംബോ ആയിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇത് ഒരെണ്ണത്തിന് 120 രൂപയാണ്. കോംബോ ആയിട്ടൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു വിലക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിക്ക് ഇത് ഭയങ്കര നല്ലതാണ്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടതാണ്. ഹാൻഡ് ബാഗിൽ ഒരെണ്ണം കിട്ടുള്ളൂ. എപ്പോഴാണ് നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരിക എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സിനിമ കാണാൻ പോവാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ വാഷ്റൂം യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് സീറ്റിൽ ഈ സാനിറ്റൈസർ ഇടാവുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് ഇത് ഭയങ്കര നല്ലതാണ്. പിന്നെ അടുത്തൊരെണ്ണം എന്ന് പറയുന്നത്, ഇത് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ സ്ഥിരം യൂസ് ചെയ്യണതാണ് കേട്ടോ. ഇത് നമുക്ക് ഇന്ത്യൻ ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാണ്, ഭയങ്കര വൃത്തിയില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇരിക്കണ്ട എന്നാണ്. ഇന്ത്യൻ ടോയ്ലറ്റ്സ് മാത്രമല്ല, യൂറോപ്യൻ ടോയ്ലറ്റ് ആണ്, വെസ്റ്റേൺ ടോയ്ലറ്റ്സ് ആണെങ്കിലും അതെ, നമുക്കത് ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കാനൊന്നും താല്പര്യമില്ലെങ്കിൽ ഈ പീബഡി ഭയങ്കര നല്ലതാണ്. ഇതിന് 2 പാക്കറ്റെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ സ്ഥിരം ഇത് യൂസ് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് ഉള്ളത്. എന്നിട്ട് നമുക്കിത് ഇതേപോലെ ഓപ്പൺ ചെയ്യാം.
ആൻഡ് ഇതിൽ നമുക്ക് നിന്നിട്ട് ഇതിൽ സൂസ് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ നിന്ന് ഇങ്ങനെ പോകും. ബേസിക്കലി ആണുങ്ങൾ പീ ചെയ്യണ പോലെ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ ഈ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ടോയ്ലറ്റ് സീറ്റായിട്ടും ആ പരിസരമായിട്ട് ബാത്റൂമായിട്ടൊക്കെ ഭയങ്കര നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട്, നമുക്ക് ഇരുന്നിട്ടല്ലേ സൂസു ചെയ്യുന്നത്. പക്ഷെ ആണുങ്ങൾക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്, നിന്നിട്ടല്ലേ പോകണത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലായിരിക്കണം. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല നിന്ന് സൂസു കഴിക്കാനും. അങ്ങനെ നമുക്ക് തോന്നും അത് ഒരു ഇൻകൺവീനിയൻസ് അല്ലേന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ട്രെയിനിലൊക്കെ പോകുന്നത് ഭയങ്കര നല്ല. ട്രെയിനിൽ മാത്രമല്ല, നമുക്ക് അത്ര വൃത്തിയില്ലാത്ത ലൈക്ക് ടോയ്ലറ്റ് സീറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാട്ടോ. സത്യം ഞാൻ എത്ര തവണ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതൊരു പാക്കിന് ഇതിൻ്റെ വില അത്ര വിലയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിൽ എഴുതിയിട്ടില്ല കേട്ടോ വില. ഞാനിവിടെ 175 രൂപയാണ്. കുഴപ്പമില്ല. 175 രൂപയ്ക്ക് നമുക്ക് 10 എണ്ണം കിട്ടും. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാവുന്ന, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഒരെണ്ണമാണ്. ഇത് ക്യാരി ചെയ്തോളൂ. ഇത് ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും എടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ട്രെയിനിൽ ഒന്നല്ല പോണേ, കാറിലാണ് നമ്മൾ ലോങ് ട്രാവൽ പോണേ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും സൂസ് പോയേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ എന്താണ് വാഷ്റൂമിലേക്ക് ഒന്നും പോകാനൊന്നും നിവർത്തിയില്ലെങ്കിൽ അങ്ങനത്തെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ യൂറിൻ വിത്തിൻ സെക്കൻഡ്സ്. എൻ്റെ പേരെന്താണ്? ഹാൻഡി ടോയ്ലറ്റ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഡിസ്പോസിബിൾ യൂറിനൽ ബാഗ്. ഇത് ഞാൻ ഒരു തവണ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു പൊടിയാണ് കേട്ടോ ഉള്ളത്, ഒരു ഉപ്പൊക്കെ പോലെയുള്ള തരത്തിലുള്ള പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സോളിഡ് ആവും. എന്നുവെച്ചാൽ വെള്ളം പോലെയല്ല, ഇതിലേക്ക് സൂസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ സോളിഡ് ആയിട്ട് വലിയൊരു ബാഗായിട്ട് മാറും. എന്നുവെച്ചാൽ ഇതൊക്കെ വലുതാവും. ഒട്ടും ഇങ്ങനെ വെറ്റാവില്ല, നല്ല കട്ടിക്ക് ഇനി ഔട്ട് ഉണ്ടാവുക. ഇത് സോളിഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഇതേപോലെ ക്ലോസ് ചെയ്യാം, കളയാം. ഇത് അത്ര അത്യാവശ്യമുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിലൊക്കെ നാട്ടിലേക്ക് പോകുമല്ലോ, ബാംഗ്ലൂർ ടു അല്ലെങ്കിൽ ഗോവ ടു. ഞങ്ങളാണെങ്കിൽ ഗോവ ടു നമ്മുടെ പാലക്കാട് പോവും, ഗോവ ടു തൃശ്ശൂർ പോവും, ലോങ് ഡ്രൈവ്സ് പോവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് വഴിയിലൊന്നും പോയി ഒഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ആരെങ്കിലും അവരും എവിടെയൊക്കെ പോയിന്ന് വരും. നമുക്ക് ചിലപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ കാറിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് ഇതിൽ സൂസ് പോകാനാണ്. അപ്പോഴും ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കങ്ങനെ ആരും കാണാത്തൊരു രീതിയിലുള്ളൊരു സാഹചര്യം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കൺവീനിയൻസ് വരുന്നൊരു സാഹചര്യത്തിൽ വേണം. ഇപ്പോൾ എന്താ പറയുക, ഒരു നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നായിട്ടായിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ലേ, ഞാനിപ്പോൾ കുറേ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടും പല പബ്ലിക് പ്ലേസസിലൊക്കെ പോയിട്ട് ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടും ഒക്കെ എനിക്കങ്ങനെ ഭയങ്കര കമ്മലും കാര്യങ്ങളൊന്നും തോന്നാറില്ല. ചിലർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ ഷൈനസ് ഒക്കെ കുറച്ച് ഒഴിവാക്കിയാൽ മതിയാവും. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അങ്ങനത്തെ സാഹചര്യം ഇല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ മതിയാവുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇത് യൂറിൻ ചെയ്ത ഒരു കുഴപ്പമില്ല, അവിടെ നനയെ വെറ്റാവേ അങ്ങനെ ഒന്നുമില്ല. ഇത് ആ രീതിക്ക് ഇങ്ങനെ സോളിഡ് ആയിട്ട് വരും. അപ്പോൾ എനിക്ക് നല്ലൊരു കൺവീനിയൻസ് ആയിട്ട് തോന്നി. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് 3 എണ്ണത്തിൻ്റെ ഒരു പാക്കായിട്ടാണ് കേട്ടോ വരിക. ഇതിൻ്റെ പ്രൈസ് ഉണ്ടോ നോക്കട്ടെ ഞാൻ. 99 റുപ്പീസ്. അതായത് ഒരു തവണ യൂസ് ചെയ്യാനായിട്ട് തന്നെ 99 റുപ്പീസ്. ഭയങ്കര കൂടുതലാണ് കേട്ടോ അത്. പ്രൈസ് ഭയങ്കര കൂടുതലാണ് പ്രൈസ്. പക്ഷെ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണത്തെ മേടിച്ച് വെച്ചോളൂ കേട്ടോ. ഭയങ്കര ലോങ് ട്രാവലൊക്കെ പോകുന്നവരാണ്, കാറിൽ പോകുന്നവരാണെങ്കിൽ മാത്രം. ട്രെയിനിലൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഫ്ലൈറ്റിലൊന്നും നമുക്കിത് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഒരെണ്ണം ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇതുവരെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ടച്ച് വുഡ് എനിക്ക് ഉപയോഗിക്കേണ്ടി വരാണ്ടിരിക്കട്ടെ. ഇതാണ് കേട്ടോ, റെഡ് ചില്ലി സ്പ്രേ ആണ് ഇത്. നമ്മുടെ ഈ പെപ്പർ സ്പ്രേ എന്നൊക്കെ പറയില്ലേ, അത് വെറുതെ പോലും നമ്മളിങ്ങനെ അടിച്ചു നോക്കരുത് കേട്ടോ. ഞാൻ ഇത് മേടിച്ചിട്ട് ഇത് ഒരു കൗതുകം കൊണ്ട് ഞാൻ ജസ്റ്റ് അടിച്ചു നോക്കി. എനിക്ക് ആ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റില്ല, എത്രയാണെന്ന് അറിയാൻ തുമ്മിയത്. അപ്പോൾ ഇതൊരു സുരക്ഷയ്ക്ക് വേണ്ടി കയ്യിൽ വെക്കാറുള്ളൂ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഇങ്ങനെ ഷൂട്ട് കഴിഞ്ഞിട്ട് ക്യാബിൽ തന്നെയാവും വരുന്നുണ്ടാവുക. 9 മണി നേരത്ത്, 9:30 നേരത്ത് ഒക്കെ. അപ്പോൾ രാത്രി സമയമൊക്കെ ആകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇത് വെക്കുക. നമ്മുടെ സേഫ്റ്റി എപ്പോഴും നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ശരിയാണ്, നമ്മൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മളിതൊന്നും അനുഭവിക്കാൻ ബാധ്യസ്ഥരല്ല. സ്ത്രീ ആയതുകൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ എത്ര എഫേർട്ട് ഇടേണ്ടി വരുന്നത് അല്ലേ.
അപ്പോൾ അതൊക്കെ നമുക്കതൊരു ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ക്യാബിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇൻഫോം ചെയ്യുക, നമ്മുടെ ക്ലോസ് വൺസിനെ ഇൻഫോം ചെയ്യുക, നമ്മൾ ഏത് ക്യാബിലാണ് പോണത്, എത്ര മണിയാകുമ്പോഴാണ് കയറുന്നത്, എത്ര മണിയാകുമ്പോഴാണ് എത്തുക, എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മാപ്പ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അലേർട്ടായിട്ടിരിക്കുക, ഉറങ്ങിപ്പോവാണ്ടിരിക്കുക. അതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെ. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. കാരണം നമ്മുടെ സേഫ്റ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് തന്നെയാണ്. എന്താ ഇന്ത്യയാണ്, സൊസൈറ്റി അങ്ങനെയായി പോയി. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ലല്ലോ. അതപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കയ്യിൽ വെക്കുക. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വന്നാൽ യൂസ് ചെയ്യാം. 245 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് സെൽഫ് ഡിഫെൻസ്, നൈറ്റ് ഔട്ട്, എവിടെ ഏട്ടാ കഴിച്ചോ? ആണോ? ഞാൻ ഇറങ്ങും കേട്ടോ, 2:15 തന്നെ ഇറങ്ങും ഞാൻ. ഒരെണ്ണം കഴിഞ്ഞു. കൂടി ഇല്ല ഇല്ല, ഞാനിത് 10 മിനിറ്റിൽ ഇത് ഫിനിഷ് ഓഫ് ചെയ്തിട്ട് ഇറങ്ങും. ഇങ്ങനെ ഇറങ്ങി വെച്ചിട്ടാ. ആ ശരി ട്ടാ. കുട്ടിയെ വിളിക്കാൻ വേണ്ടിട്ടേ എന്നെ എന്തായാലും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അമ്മയില്ലല്ലോ ആ സമയത്തിന്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ ഇറങ്ങാനായിട്ട്. അപ്പൊ ഇത് നമുക്ക് ഡോഗ് അറ്റാക്ക് വേണമെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പറയണം. പക്ഷെ അതെനിക്കറിയില്ല കേട്ടോ പറ്റുമെന്ന്. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ഡോഗിന്റെ അടുത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ വയലന്റ് ആവും ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. പക്ഷെ എന്തായാലും നല്ല ഇതാണ്, നമ്മുടെ സമാധാനത്തിന് കയ്യിൽ വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരെണ്ണം എനിക്ക് ഞാൻ ആമസോണിനല്ലാട്ടോ മേടിച്ച, പുറത്തുനിന്ന് മേടിച്ചതാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നി. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴുണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു 10 ദിവസത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻറ്റി ഒന്നും കഴുകാനൊന്നും നിവർത്തിയുള്ള സ്ഥലം അല്ലെങ്കിൽ നമ്മൾ 10 പാൻറ്റിയും കൊണ്ട് പോകുന്നില്ലല്ലോ. നമ്മൾ ഒരു 5-6 പാൻറ്റിയൊക്കെ അല്ലേ കൊണ്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ ഒരു ഡിസ്പോസിബിൾ പാൻറ്റി എന്നുള്ള രീതിക്ക് ഇത് യൂസ് ചെയ്യാവുന്നത്. ഫ്രീ സൈസ് ആണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയാന്നുള്ള രീതിക്കാണ്. ഇതെനിക്ക് അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയില്ല. അൺകംഫർട്ടബിൾ ആണ്. ഒബ്വിയസ്ലി കോട്ടൺ അല്ലല്ലോ, കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇത്തവണ പോയിട്ട് ഷൂട്ടിന് വേണ്ടി പോയിട്ട് 5-6 ദിവസം മാറി നിന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ കഴുകാനുള്ള നിവൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാൻറ്റി തീർന്നു പോയപ്പോൾ ഞാൻ ഇതാ യൂസ് ചെയ്തത്. ഒരു പകൽ യൂസ് ചെയ്തു കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. രാത്രി ഞാൻ കോട്ടൺ പാൻറ്റി, നമ്മുടെ പാൻറ്റിനെ യൂസ് ചെയ്തത്. അപ്പം അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യാൻ കളയാം, കഴുകി ഉപയോഗിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ഒന്നാണ്. കാലഘട്ടത്തൊക്കെ അത്യാവശ്യ സമയങ്ങളിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒരെണ്ണം കൂടി ആമസോണിൽ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു കിറ്റാണ്. ഇത് ട്രാവൽ ഹൈജീൻ കിറ്റ് എന്ന് പറഞ്ഞിട്ട് 299 രൂപയ്ക്കുള്ളൊരു കിറ്റാണ് കേട്ടോ. അപ്പം ഇതിൽ എന്തൊക്കെയല്ലേന്ന് വെച്ചാൽ ഒരു വെറ്റ് വൈപ്പ് ഉണ്ട്. ഇത് നമുക്കുണ്ടല്ലോ ഡൈപ്പറൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള പാക്കാണ് കേട്ടോ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുട്ടികളുടെ ഡൈപ്പർ ആണെങ്കിലും ശരി, നമ്മുടെ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും അങ്ങനെ ചുരുട്ടി കളയാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ച് പൗച്ചസ് ഉണ്ട്. ഇതിലാക്കിയിട്ട് നമുക്ക് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടല്ല, നമുക്കും ഒരു ബുദ്ധിമുട്ടല്ല. ഇൻ കേസ് നമുക്ക് കളയാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിലും ഇതിനകത്തിട്ട് നമുക്ക് നമ്മുടെ ബാഗിൽ വെക്കുക അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വെറ്റ് വൈപ്പ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ, അതുണ്ട്. ഇതൊരു മസ്കിറ്റോ പൗച്ചാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വല്ല നമുക്ക് ഭയങ്കരമായിട്ട് കൊതുകടിക്കുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതാ ഈ പാച്ച് എടുത്ത് മേല് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു കിറ്റായിട്ട് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അണ്ടർആം സ്വെറ്റ് പാഡ്സ് ഉണ്ട്. ഇതൊരെണ്ണം ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് പാക്കായിട്ട് നേരെ മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ ഒരു പെയിൻ റിലീഫ് പാച്ച് ഉണ്ട്. ഇത് നമുക്ക് വയറുവേദനയുടെ സമയത്ത്, പീരീഡ്സിൻ്റെ സമയമാണെങ്കിൽ ഇവിടെ വെക്കാവുന്നതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല, പക്ഷെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേപോലെ സ്റ്റാൻഡ് ആൻഡ് പീ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ഇത് എത്ര ഉണ്ട്? 4-5 ഉണ്ടാവും. 3 ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പൗച്ചായിട്ട് മേടിക്കണമെങ്കിൽ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സംഗതികൾ ഇങ്ങനെയും മേടിക്കാവുന്നതാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. എല്ലാം ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ലതാണ് കേട്ടോ, അത് ഭയങ്കര നല്ലതാണ്. അതല്ല നമ്മളങ്ങനെ അധികം ട്രാവലൊന്നും ചെയ്യണില്ല, രാവിലെ ഓഫീസിൽ പോകണു വരണു അത്ര മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെല്ലാത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ സാനിറ്റൈസർ സ്പ്രേ, പാൻറ്റി ലൈനർ,
പിന്നെ അതേപോലെ തന്നെ പീ സ്റ്റാൻഡ്, ഇത് ഭയങ്കര നല്ലതാണ്. സ്റ്റാൻഡ് ആൻഡ് പീ ഇത് ഭയങ്കര നല്ലതാണ്. പിന്നെ ഇത് എപ്പോഴും പറഞ്ഞാൽ കയ്യിൽ വെച്ചോളൂ, യൂസ് ചെയ്യേണ്ട ആവശ്യം വരാണ്ടിരിക്കട്ടെ, ദിവസമായിട്ട് അങ്ങനെ ആവശ്യം വരാണ്ടിരിക്കട്ടെ, സേഫ് ആയിട്ട് തന്നെ എല്ലാവരും ഇരിക്കട്ടെ. പക്ഷെ അത്യാവശ്യം ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് കയ്യിലിരുന്നോട്ടെ കേട്ടോ. കാറിലൊക്കെ ലോങ് ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചോളൂ. കഴിവതും ഉപയോഗിക്കണ്ട, കാരണം അത് ഭയങ്കര നഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു തരത്തിൽ നമുക്ക് നിവർത്തിയില്ലെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രാവൽ എസെൻഷ്യൽസ്. എനിക്കിതെല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഇതിന് എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പ്ലീസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. എല്ലാം നമുക്ക് ആമസോണിൽ നിന്ന് കിട്ടും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും, ഒരുവിധം സംഗതികളെല്ലാം ഇത് 2 വെബ്സൈറ്റിൽ നിന്നും കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൊണ്ട് വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു കുട്ടി ബെല്ലൈക്കൺ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വേഗം പോട്ടെ, സമയമായി 2 മണി പോട്ടെ കേട്ടോ. കുട്ടി വരാതെ.